reached Tottara, which is our next destination, which was to meet a special person whose turf we are outside of, and he's a former player, NP Pradeep. We all know him. He's coming up with his own turf, and it looks beautiful. It's still in the making, and well, we are fortunate enough to get a glimpse of it that it's getting set. So let's go meet the gentleman. We are joined here with NP Pradeep, a former player and still actively part of football circuit. As you can see, we are at his turf here, which is newly being built. അപ്പോൾ പ്രദീപ് എങ്ങനെയായിരുന്നു ഇൻട്രൊഡക്ഷൻ ടു ഫുട്ബോൾ? എങ്ങനെയാണ്? അല്ല, ബേസിക്കലി എൻ്റെ ശരിക്കുള്ള ഞാൻ ജനിച്ചു വളർന്ന ഇവിടെയല്ല, കണ്ണൂരല്ല, ഞാൻ ഇടുക്കിയിലാണ്. ഇടുക്കി മൂലമറ്റം എന്ന് പറഞ്ഞാൽ പവർ ഹൗസിൻ്റെ ഒക്കെ അടുത്താണ് എന്നെ ജനിച്ചു വളർന്നത്. അവിടെ അവിടെ ചെറിയ സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്, IHEP എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ ഒരു ക്ലബ്ബുണ്ട്, വികാസ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ കൂടെ ഇങ്ങനെ കളിച്ച് നമ്മളൊരു ബാച്ച് ഉണ്ടായിരുന്നു. ഒരു ആ ഏജ് ഗ്രൂപ്പ് എല്ലാവരും ഫുട്ബോൾ കളിക്കാൻ താല്പര്യപ്പെട്ടു. അപ്പം അങ്ങനെ കളിച്ച് പിന്നെ ഞാൻ ഹൈസ്കൂൾ കഴിഞ്ഞ് പിന്നെ കോളേജിൽ വന്നപ്പം കേരള കോളേജിലാണ് ചെയ്തത് പ്രീ ഡിഗ്രി. ആ 2 കൊല്ലം ശരിക്കും ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൊല്ലം നാട്ടിൽ നിന്നത്. ആ നാട്ടിൽ നിന്നൊരു കൊല്ലമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നുവെച്ചാൽ എന്താ പറയുക, ഞാൻ എല്ലാ ദിവസവും കറക്റ്റായിട്ട് പ്രാക്ടീസിന് പോയി. വൈകുന്നേരം 4 മണി വരെ ജോലിക്ക് പോയി, അതിനുശേഷം പ്രാക്ടീസിന് പോയി. ആ ഒരു വർഷം കൊണ്ട് തന്നെ സംസ്ഥാന അണ്ടർ-21 ടീമിൽ വന്നു. പിന്നെ അവിടുന്ന് SBTയിലേക്ക് കോൾ വന്നു ഗസ്റ്റായിട്ട് കളിക്കാൻ. പിന്നെ 4-5 കൊല്ലം ഗസ്റ്റായിട്ട് SBTയിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലെ ബെസ്റ്റ് പ്ലേയേഴ്സായ ഇഗ്നേഷ്യസ്, ആസിഫ് സഹീർ, ഹക്കീം, നൗഷാദ്, അങ്ങനെ ലിയാന തോമസ്, അങ്ങനെയുള്ള കുറേ പ്ലേയേഴ്സ് അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കൂടെ കളിച്ച് പിന്നെ കോച്ച് NN നജീബ്, പിന്നെ മാനേജറായിട്ട് അതിനുശേഷം ജിജു ജേക്കബും VP ഷാജിയും വന്നു. അപ്പോൾ അവരുടെയൊക്കെ ഇത് വെച്ച് പിന്നെ നമ്മൾ 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ SBT നാഷണൽ ലീഗിന് ക്വാളിഫൈ ചെയ്തു. പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി നാഷണൽ ലെവലിൽ. അപ്പോൾ പിന്നെ സന്തോഷ് ട്രോഫി കളിച്ചു. 2004 വിൻ ചെയ്ത ടീമിൽ അംഗമായിരുന്നു. അങ്ങനെ സ്റ്റാർട്ടായി. പിന്നെ നാഷണൽ ലീഗ് വന്നു, കോൾ വന്നു. അണ്ടർ-19 ഇന്ത്യ കളിച്ചിരുന്നു. പിന്നെ നാഷണൽ ടീമിൽ കോൾ വന്നു. അതിനുശേഷം മെയിൻ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബ് ഹോട്ടൻ എന്ന് പറഞ്ഞ കോച്ച് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് വിങ് ബാക്കായിട്ടാണ്, ലെഫ്റ്റ് വിങ് ബാക്കായിട്ടാണ് കളി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ. എന്നിട്ട് അദ്ദേഹം ജപ്പാനുമായിട്ടുള്ളൊരു മാച്ചിൽ, ബാംഗ്ലൂർ വെച്ച് നടന്ന മാച്ചിലാണ് എനിക്ക് മെഹ്റാജുദ്ദീൻ വടുവിന് പരിക്ക് പറ്റിയ സമയത്ത് എന്നെ മിഡ്ഫീൽഡറായിട്ട് കളിപ്പിച്ചു. അപ്പോൾ ഞാൻ മഹേന്ദ്രയ്ക്ക് കളിക്കാം. ഞാൻ 2006 ആയപ്പോഴത്തേന് ഞാൻ SBTയിലെ ജോബ് വിട്ടിട്ട് മഹേന്ദ്രയിൽ ജോയിൻ ചെയ്തിരുന്നു. മഹേന്ദ്രയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ മഹേന്ദ്രയ്ക്ക് ഞാൻ സ്റ്റോപ്പർ ബാക്കിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇദ്ദേഹം മിഡ്ഫീൽഡിൽ കളിച്ചു. ആ ഗെയിമിൽ ഞാൻ നല്ല പെർഫോമൻസ് ചെയ്തു. പിന്നെ കിട്ടിയ ചാൻസ് പിന്നെ ഞാൻ വടുവിന് കൊടുത്തിട്ടില്ല. കളിക്കുന്നിടത്തോളം കാലം വടുവിന് ആ ഫസ്റ്റിലുണ്ട് ചാൻസ് കൊടുത്തിട്ടില്ല. അതിനുശേഷം നാഷണൽ ലീഗിൽ ലീഗിൽ നമ്മൾ മഹേന്ദ്രയ്ക്ക് വേണ്ടി സ്റ്റോപ്പർ ബാക്കാണ് കൂടുതൽ കളിച്ചിട്ടുള്ളത്. പിന്നെ 2007 നെഹ്റു കപ്പ് വിൻ ചെയ്ത് നമ്മൾ ആദ്യമായിട്ട്. അതിൽ ആദ്യത്തെ ഗോളും അവസാനത്തെ ഗോളും നിങ്ങളെ അറിയായിരിക്കും, ബോംബെയുള്ള രാഹുൽ ബാലി. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അന്ന് ഫൈനലിൻ്റെ തലേ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താണ് ഫൈനലിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വേറൊന്നുമില്ല, എൻ്റെ ഗോളിൽ ഇന്ത്യ ജയിക്കണമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ലാസ്റ്റ് ഗോൾ, ഈ ടൂർണമെൻറ്റിൽ ലാസ്റ്റ് ഗോൾ ഞാൻ തന്നെ അടിക്കണമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ദൈവാനുഗ്രഹത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചു. ആ ടൂർണമെൻറ്റിലെ ഫസ്റ്റ് ഗോളും ലാസ്റ്റ് ഗോളും ഞാൻ തന്നെയാണ് സ്കോർ ചെയ്തത്. അതാണ് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഇത്. അതിനുശേഷം പിന്നെ 2011 വരെ ഏഷ്യ കപ്പ്, അതിന് AFC ചലഞ്ച് കപ്പ് 2008 അങ്ങനെ കുറേ, പിന്നെ വീണ്ടും നെഹ്റു കപ്പ് വിൻ ചെയ്തിട്ട് ബാക്ക് ടു ബാക്ക്. അതൊക്കെ വളരെ സ്പെഷ്യലാണെന്ന് വെച്ചാൽ ആ ബാച്ച് എനിക്ക് ഇത്രയും കംഫർട്ടബിളായിട്ട് ഒരു ടീമിലും അത്രയും വെച്ചാൽ ആ നാഷണൽ ടീമിൽ ആ ബാച്ച് ഭയങ്കര കംഫർട്ടബിൾ. ഒത്തിരി യൂണിറ്റി ഉണ്ടായിരുന്നു. കോച്ചസുമായിട്ടാണെങ്കിലും നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഒരു പ്ലെയറുമായിട്ടുണ്ടായിരുന്നില്ല. ജൂനിയർ സീനിയർ എന്നുള്ള ഒരു ഇതിൽ ബൂട്ടിയ ബായും റെന്നഡി അങ്ങനെയുള്ളവരൊക്കെ
ഭയങ്കരമായിട്ട് എല്ലാവരുമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് 11 വർഷം. 2011 വരെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഒരു 5 മാസത്തേക്ക് വിവാഹ കേരളയിൽ സൈൻ ചെയ്തത് ഐ വി വേണ്ടിയിട്ട്. അപ്പം ആ ഒരു 4 മാസം കണ്ണൂരാണ് അവർ ബേസിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോഴാണ് ഞാനിവിടെ വീട് വാങ്ങി ഇങ്ങോട്ട് സെറ്റിലായി. അതിനുശേഷം അതിൻ്റെ അടുത്തുള്ള ഞാൻ മോഹൻ ബഗാനിൽ പോയി. ഞാൻ ഛത്രിയും ഒരുമിച്ചായിരുന്നു. വീണ്ടും ഒരു ക്ലബ്ബിൽ മോഹൻ ബഗാനിൽ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ സ്റ്റേയും ഇതുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ IMG റിലയൻസായിട്ട് സൈൻ ചെയ്തു. ആ ഒരു വർഷം നമുക്ക് വേറെ മാച്ചസ് ഒന്നും ഉണ്ടായില്ല. പിന്നെ മുംബൈ FC-യിൽ 2 മാസത്തേക്ക് ഗസ്റ്റ് കളിക്കാൻ പോയി ലോണിൽ. അതിനുശേഷം വീണ്ടും വന്നത് നവി മുംബൈയിൽ ഒരു ടൂറിന് ഡോട്ട്സൽ FC എന്ന് പറഞ്ഞിട്ട് മുംബൈ ടൈഗേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത അവർ ചെയ്തത്. അവർക്ക് വേണ്ടി ഒരു കൊല്ലം ചെയ്തു. അതിനുശേഷം വീണ്ടും മുംബൈ FC-യിൽ സൈൻ ചെയ്തു. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ അതിനുശേഷം ചെന്നൈ ISL ഫസ്റ്റ് സീസൺ ചെന്നൈക്ക് വേണ്ടി കളിച്ചിരുന്നു. അന്ന് ആങ്കിൾ ഇഞ്ചുറി ആയി, ആങ്കിൾ ഫ്രാക്ചർ ആയിട്ട് ശേഷം പിന്നെ ഞാൻ കളിച്ചില്ല. അതിനടുത്ത കൊല്ലം ഇവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ഒഫീഷ്യലിംഗ് സ്കൗട്ടായിട്ട് വർക്ക് ചെയ്തിരുന്നു ഒരു കൊല്ലം. അതിനുശേഷം ഈ കഴിഞ്ഞ കൊല്ലം ഈ സീസണും വിളിച്ചിരുന്നു, പക്ഷേ ഞാൻ പോയിട്ടില്ല. ഞാൻ അവരുടെ ഒരു മാനേജ്മെൻറ്റ് എനിക്കൊരു തൃപ്തിയായിരുന്നു. അവരുടെ പല കാര്യങ്ങളിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പോയിട്ടില്ല. എന്ന് വെച്ചാൽ ഫുട്ബോളിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഗ്രൗണ്ട് ഇപ്പോൾ നമുക്ക് അറിയാം ഗ്രൗണ്ടുകൾ കുറവുള്ളതാണ്, വളരെ കുറവാണ് കേരളത്തിൽ. ഇപ്പം അണ്ടർ-17 വേൾഡ് കപ്പ് വന്നതിന് ശേഷമാണ് കുറേ ഗ്രൗണ്ടൊക്കെ മെയിൻ്റെനൻസ് ചെയ്യുന്നതും ഒക്കെ കേരളത്തിൽ. ആ അറ്റ്മോസ്ഫിയർ വന്നാൽ മാത്രമേ കേരളത്തിൽ കളിക്കാർ ഉയർന്നു വരുള്ളൂ. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൂർണമെൻറ്റ്സ് ഉണ്ട്, ഗ്രൗണ്ടുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ കുറേ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കണ്ണൂരൊക്കെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റേഡിയത്തിലൊക്കെ വൈകുന്നേരം പോവുകയാണെങ്കിൽ കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇന്ത്യ കളിച്ചവരും കുറേ സന്തോഷ് ട്രോഫി കളിച്ച പ്ലേയേഴ്സിനെ ആയിട്ടുള്ള വെറ്ററൻസ് ആയിട്ടുള്ള കുറേ പ്ലേയേഴ്സിനെ കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് കണ്ണൂരിൽ നിന്ന് കളിച്ചതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം സഹൽ തന്നെ ഇത് കാസർഗോഡാണെങ്കിൽ ഇത് കണ്ണൂർ, അത്ര ആ പുഴയുടെ അപ്പുറം ഇപ്പുറം നിൽക്കുക, അത്രേ ഉള്ളൂ. അത് പിന്നെ ലാസ്റ്റ് കളിച്ചത് ഇപ്പോൾ ധനേഷ് ചേട്ടനാണ് ലാസ്റ്റ് കളിച്ചിട്ടുള്ളത്. ധനേഷ് ചേട്ടൻ എത്രയാണ് എനിക്ക് തോന്നുന്നു 90, 95, 98, 2000, 2002 ആ സമയം വരെ കളിച്ചതാണ്. അതിന് ശേഷം ധനേഷ് ചേട്ടന് ശേഷം പിന്നെ ഒരു വലിയ ഗ്യാപ്പാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം വന്നത് റിനോ അല്ല നമ്മുടെ CK വിനീതും അവനും 3-4 മാച്ചസ് നാഷണൽ ടീമിന് കളിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇപ്പോഴാണ് സഹൽ വരുന്നത്. സഹൽ വന്നതും ഇതേപോലെ അല്ലേ ഈ ISL വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു പ്ലെയറെ ഹീറോ ആക്കണം ആദ്യം തന്നെ ഡിസൈഡ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം കമൻട്രി പറയുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും ആ പ്ലെയറെ ആദ്യം ഹൈപ്പ് ചെയ്ത് പറയണമെന്നുള്ളത് അവിടുന്ന് ആദ്യം ഓർഡർ ഉണ്ടാവും. അപ്പോൾ പക്ഷെ അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ ഇപ്പം ഇന്ത്യൻ ഹോസ്റ്റൽ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവന് ആ പ്രഷർ താങ്ങാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്നില്ല. പക്ഷേ അവനും കുറേ മേഖലയിൽ അവനും ഒത്തിരി മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. എൻ്റെ പിന്നെ ഞാൻ പറയുന്നുണ്ട് ഞാൻ അവന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് സെറ്റ് പീസുകളിൽ കുറച്ച് ശ്രദ്ധിക്കാൻ. എന്ന് വെച്ചാൽ ഈ സീസണിൽ ഞാൻ കണ്ടേക്കുന്ന KBFCയുടെ ഏറ്റവും വലിയ പോരായ്മ സെറ്റ് പീസ് കൺവേർട്ട് ആകുന്നുമില്ല, ഇങ്ങോട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ട് അടിക്കുന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയ പോരായ്മയാണ്. അപ്പം ഇനി വരുന്ന പ്ലേയേഴ്സിന് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം കിട്ടുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തായിരുന്നു മോട്ടിവേഷൻ ടു സ്റ്റാർട്ട്? ഇപ്പോൾ ഗ്രൗണ്ട് ഇല്ലാത്തത് തന്നെയായിരുന്നോ ഒരു മോട്ടിവേഷൻ ടു സ്റ്റാർട്ട് എ ടർഫ് ആൻഡ് ബിക്കോസ് there's a lot that goes behind making a turf, quality. അതെന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വന്നിട്ട് കണ്ണൂർ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. കണ്ണൂർ സ്റ്റേഡിയത്തിലെ ക്യാമ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ സമയമൊക്കെ ഭയങ്കര പൊടിയും കാറ്റും എനിക്ക് വിട്ടുമാറാത്ത കുട്ടികൾക്കാണെങ്കിൽ ആസ്മേൻ്റെ കുറേ പ്രോബ്ലംസ് വന്നു.
പിന്നെ എനിക്ക് തന്നെ ജലദോഷം മാറുന്നില്ല. ഭയങ്കരമായിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എപ്പോഴും തുമ്മൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, വേറെ ഗ്രൗണ്ടില്ല, കണ്ണൂർ തന്നെ ആയാലും വേറെ ഗ്രൗണ്ടില്ല. ആ ഗ്രൗണ്ട് ഉണ്ടായി കഴിയുമ്പോഴത്തേനും ഞാൻ അങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഗ്രൗണ്ട്. പിന്നെ അതിലും കുറച്ചുകൂടെ വലിപ്പം പ്രാക്ടീസ്, പിള്ളേർക്ക് ബേസിക്കൊക്കെ പഠിപ്പിക്കണം, കുറച്ചുകൂടെ വലിപ്പമുള്ളത് വേണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ ഇപ്പം കേരള ഫുട്ബോൾ സ്ലോലി ISL കാരണമല്ല ഐ ലീഗിൽ ഇപ്പം ഗോകുലം കളിക്കുന്നുണ്ട്. ഇപ്പം കുറേ പുതിയ മലയാളി താരങ്ങളും വരുന്നുണ്ട് മുന്നോട്ട്. പക്ഷേ എന്ത് തോന്നുന്നു, വാട്ട് വാസ് ദ റീസൺ? ഒരു പാർട്ട്ലി യു ആൻസർ ദ ക്വസ്റ്റ്യൻ സെയിങ് ദാറ്റ് ഗ്രൗണ്ട്സ് കുറവായിരുന്നു, അല്ലെ കൂടുതലും 7s അല്ലെ 5s കളിക്കുന്നത്, അപ്പോൾ അങ്ങനെ ആ ഒരു ഡ്രോപ്പ് ഔട്ട് ഉണ്ട്. പക്ഷേ വാട്ട് വാസ് ദ മേജർ റീസൺ അക്കോർഡിംഗ് ടു? എന്തായിരുന്നു ഒരു ഗ്യാപ്പ്? ബിക്കോസ് ലേറ്റ് 2000 വരെയും പ്ലെയേഴ്സ് കേരളത്തിൽ കുറേ പേരുണ്ടായിരുന്നു, നാഷണൽ ടീമും ക്ലബ് ലെവലും ആ ലെവൽ വരെ കളിച്ചത്, ഇൻക്ലൂഡിങ് യു. സോ വാട്ട് ഇസ് ദ റീസൺ അക്കോർഡിംഗ് ടു യു ഒരു ഗ്യാപ്പ് വന്നത്? എനിക്ക് തോന്നുന്നു അത് തന്നെ മെയിനായിട്ട് ടൂർണമെൻറ്റ്സ് ഒത്തിരി ഉണ്ടായിരുന്നു ആ സമയത്ത്. കേരള ഡിപ്പാർട്ട്മെൻറ്റ് ടീംസ് ആയിരുന്നു കൂടുതലായിട്ടും സ്ട്രോങ് ആക്കിയുണ്ട്, കേരള പ്ലേയേഴ്സ് കൂടുതലായി. അപ്പോൾ അതിൻ്റെ സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പം കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയിൽ തന്നെ ഒരു മേജർ ടൂർണമെൻ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പം എല്ലാ ബംഗാളിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എല്ലാം മെയിനായിട്ടുള്ള പ്ലേയേഴ്സ് ആ സമയത്ത് കളിക്കുമായിരുന്നു. ഒരു 2002, 4, 5 വരെയൊക്കെ, 5 അല്ല 7 വരെ 7, 8 വരെ കളിച്ചിരുന്നു എല്ലാ പ്ലേയേഴ്സും. പിന്നെ എന്ന് വെച്ചാൽ ഛത്രിക്ക് ആ 8ൽ ഇഞ്ചുറി പറ്റി, ക്ലൈമാക്സിന് ഇഞ്ചുറി പറ്റി, സന്തോഷ് ട്രോഫി കളിച്ചിട്ട്. അതുകൊണ്ടാണ് കോച്ച് ദേഷ്യം പിടിച്ചിട്ട് ഈ ടൂർണമെൻറ്റിൽ നിന്ന് ഇന്ത്യ കളിക്കുന്ന പ്ലേയേഴ്സിനെ ഒഴിവാക്കിയത്. പിന്നെ അത് ഐ ലീഗ് കളിക്കുന്ന പ്ലേയേഴ്സിനെ ഒഴിവാക്കി. അപ്പോൾ തന്നെ ആ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒത്തിരി ടാലൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലും ഗോകുലം ആണെങ്കിലും പിന്നെ ഇവിടെ വരുന്ന MSP തന്നെ നമുക്ക് എടുത്ത് കേരളത്തിൽ പ്ലേയേഴ്സിനേക്കാൾ കൂടുതൽ നോർത്ത് ഈസ്റ്റ് പ്ലേയേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. അവർ, എനിക്ക് തോന്നുന്നു അവർ ഒരു ഏജിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം എനിക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ കേരളത്തിലുള്ളവർ എന്നൊരു വളർത്തിക്കൊണ്ട് വരാനുള്ള മനോഭാവം കാണിക്കുന്നില്ല ഓരോ ടീമും. വെച്ചാൽ അവർക്ക് പെട്ടെന്ന് തന്നെയുള്ള റിസൾട്ട് വേണം. ഇപ്പോൾ ഈ ഗോകുലത്തിനാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിനാണെങ്കിലും പെട്ടെന്നുള്ള റിസൾട്ട് വേണം. അപ്പോൾ അവർ ഒരു നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവൽ വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു മൂവ്മെൻറ്റ് ഇപ്പോഴാണ്, ഈ സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമായിട്ട് അവരുടെ പേര് തുടങ്ങും. അതിന് മുന്നേ ഒരു പ്രോഡ്ജി എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൊടുത്തു, അതിനുശേഷം സ്കോർ ലൈൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തു. ഈ കൊല്ലമാണ് ഇപ്പോൾ ഒരു 8 സെൻറ്റർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ കേരളത്തിലുള്ള പിള്ളേർക്ക് ഒക്കെ വളർന്നു വരാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്ന കേരളത്തിൽ തന്നെ ഇവരുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിന് 16ഓളം പ്ലേയേഴ്സ് നോർത്ത് ഈസ്റ്റ്. അപ്പം കേരളത്തിൽ അപ്പോൾ അവർ ഓർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഇത് പ്ലേയേഴ്സ് ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് അതിലെടുത്തു പറഞ്ഞ MSP Under-17 ചാമ്പ്യൻസായി, ചാമ്പ്യൻസായി. അപ്പോൾ മറ്റേ റിലയൻസ് കപ്പ്, യങ് ചാമ്പ്സ് റിലയൻസ് കപ്പിൻ്റെ ബോംബെയിൽ വെച്ച് നടന്നത്. അപ്പോൾ തന്നെ ഫറൂഖ് കോളേജ് റണ്ണേഴ്സ് പോയി. അപ്പം പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ആ ഇതൊക്കെ കിട്ടുന്നത്. കഴിഞ്ഞ വർഷം ചേലാമ്പ്ര സ്കൂളായിരുന്നു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നത്. ഇപ്പം ഓരോ ടൂർണമെൻറ്റ്സിനും ഇപ്പോൾ ഫെബ്രുവരിക്ക് പോയിട്ട് അവർ നല്ല പെർഫോമൻസ് ആക്കി. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഇഷ്ടംമാരെയുണ്ട്, അവർക്കൊരു നല്ല പ്ലാറ്റ്ഫോം ഈ ഒരു Under-17 നമ്മുടെ കേരള പ്ലേയേഴ്സും അപ്പോൾ അവർ വരുമ്പോൾ, പുറത്തുനിന്നുള്ള പ്ലേയേഴ്സ് വരുമ്പോൾ അവർ ചിലപ്പോൾ Under-21 ആയിരിക്കും. ആ 2 വർഷത്തെ എക്സ്പീരിയൻസും ആ ഇതൊക്കെ ബോഡി ലാംഗ്വേജ് അവർക്കുണ്ടാവും. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് റിസൾട്ടാണ് ആവശ്യം. അതുകൊണ്ട് അവർ പുറമെ നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്നുള്ള പ്ലേയേഴ്സിനെ അവരെടുക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സീനിയർ ടീമിൽ ഏത് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അവിടെ റിസൾട്ടാണ് ആവശ്യം. അപ്പോൾ പക്ഷേ റിസർവ് ടീമുകളും അവരുടെ അക്കാഡമി Under-17, Under-15, Under-13 ഒക്കെയാണ്. അവിടെയൊക്കെ പുറത്തുനിന്നുള്ള പ്ലേയേഴ്സിനെ പരമാവധി കുറച്ചിട്ട് കേരളത്തിൽ നിന്നുള്ള പ്ലേയേഴ്സിനെ അധികമായിട്ട് ഉൾപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഫൈനലി ഒരു മെസ്സേജ് ഫോർ ദോസ് ഹു ആർ വാച്ചിങ്, ഇപ്പം യങ്സ്റ്റേഴ്സ്, ഒരു യങ് കളിക്കാർ കേരളത്തിൽ നിന്ന് എന്തായിരിക്കും മെസ്സേജ് കൊടുക്കുക? ഒന്നുമില്ല, നമുക്ക് എൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ
പ്രാക്ടീസ് തന്നെ, പ്രാക്ടീസ് ആൻഡ് ഡെഡിക്കേഷൻ എടുത്തു പറയണം. പിന്നെ ഏത് കോച്ചാണെങ്കിലും ആ കോച്ച് എന്ത് പറഞ്ഞാലും എന്ന് വെച്ചാൽ ചിലപ്പോൾ കോച്ച് കളിച്ചിട്ടില്ല, ഒന്നും കളിച്ചിട്ടില്ലായിരിക്കും. ചിലപ്പോൾ ഒരു കോച്ച് വളരെ ഹൈ പ്രൊഫൈലായിരിക്കും, ചില കോച്ച് എന്ന് വെച്ചാൽ ഒരു ലോ പ്രൊഫൈലായിരിക്കും. പക്ഷേ എന്തായാലും കോച്ച് തന്നെയാണ്. അദ്ദേഹം എന്ത് പറയണോ അത് കേട്ട് അനുസരിക്കുക, അതിന് വേണ്ടി വർക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഒരു കോച്ചിൻ്റെ കീഴിൽ മാത്രമല്ല, നമുക്ക് വേറെ എക്സ്പീരിയൻസ് വേറെ കോച്ചിൻ്റെ കീഴിൽ. അപ്പോൾ അവരുടെ നിന്ന് കിട്ടുന്നത്, അതുപോലെ തന്നെ വേറെ ഇടയ്ക്കൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ, പിന്നെ ഇടയ്ക്ക് എൻ്റെ മാച്ചസ് എന്തായാലും വാച്ച് ചെയ്യണം. മാച്ചസ് കണ്ടാൽ മാത്രമേ നമ്മുടെ തെറ്റുകളും ഇതൊക്കെ അത് കാണാൻ കഴിയുള്ളൂ. എവിടെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആര് പറഞ്ഞാലും അത് കേട്ട് അനുസരിക്കുക. ഓൾമോസ്റ്റ് എല്ലാം ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ഞാൻ ഇത് കണ്ടേക്കുന്നത് ഗ്രൗണ്ടിന് പുറത്ത് വരെ അവർക്കൊക്കെ ഒരു ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രൗണ്ടിനുള്ളിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചിന്തിക്കണം. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു അത് നമ്മൾ ഗ്രൗണ്ടിനുള്ളിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിനൊക്കെ ഓരോരുത്തരുടെയും റോൾ മോഡൽസ് ഉണ്ടാവും ഓരോരുത്തർക്കും. നമ്മളൊക്കെ ജനിച്ചു വളർന്ന കാലത്ത് ഞാൻ കണ്ടേക്കുന്ന വിജയേട്ടൻ, പിന്നെ KT ചാക്കോ. ഇപ്പോൾ ഏത് ഗോൾ കീപ്പറെ നമ്മൾ കൊണ്ടാണ് നീ KT ചാക്കോ അങ്ങനെ ചോദിക്കില്ല ആ സമയത്തൊക്കെ. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഓരോരോ പ്ലേയേഴ്സും ഓരോരുത്തരെ, ഇപ്പോൾ ഛത്രിയുണ്ട്, ഇപ്പോൾ ബൂട്ടിനെ കൂടുതൽ പേർക്ക് അറിയില്ലായിരിക്കും പുതിയ ജനറേഷന്. പക്ഷേ ഛത്രിയുണ്ട്, വിജയേട്ടനിപ്പം കളിക്കുന്നുണ്ട്, വിജയേട്ടനെ കുറേശ്ശെ അറിയാം എല്ലാവർക്കും. പിന്നെ ഗുർപ്രീത് ഉണ്ട്, സുബ്രത് പാളുണ്ട്. ഓരോരുത്തരെ ഓരോരോ ഐക്കണായിട്ട് അവരുടെ പ്ലസ് പോയിന്റുകൾ ഏറ്റെടുക്കുക, അവരെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് നോക്കുക. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കട്ടെ എല്ലാവരും. ബൈ ബൈ.